SIR പേരിൽ നടക്കുന്ന ആ പ്രവർത്തനങ്ങളിൽ വലിയ ആക്ഷേപം വോട്ടർമാർക്കുണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് തന്നെ അത് ബോധ്യപ്പെടുക മാത്രമല്ല, ഞാൻ അനുഭവസ്ഥരുമാണ്. അതായത് BLA കൊണ്ടുവരുന്ന വോട്ടർ പട്ടിക 2002 എന്നവർ പറയുന്നു. 2002 വോട്ടർ പട്ടിക യഥാർത്ഥത്തിലുള്ള വോട്ടർ പട്ടിക വന്നാൽ ഒരു പ്രശ്നമില്ല. അതിൽ വോട്ടുള്ളവരുടെ എല്ലാം വീണ്ടും ഉൾപ്പെടുത്താം. 2025 വോട്ടർ പട്ടികയുടെ ഓരോ ഷീറ്റ് വിത്ത് ഫോട്ടോ കൂടെ ഇതിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ 2002 നിലവിലുള്ള വോട്ടർ പട്ടികയിലുള്ള പേര് അത് കഴിഞ്ഞ് 2025 ഉള്ളിൽ ചേർത്തിട്ടുള്ള 2002 ശേഷമുള്ള വോട്ടർമാരെ അവരാണ് പുതുതായി ചേർക്കേണ്ടവർ. പക്ഷെ 2002 വോട്ട് ചെയ്ത ഞാൻ ഉൾപ്പെടെ എൻ്റെ വീട്ടിലെ 4 വോട്ടുകൾ ഇല്ലാതായിരിക്കുക. ഈ വോട്ടർ പട്ടിക എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ഷീറ്റിൽ കാണുന്നില്ല. ഈ വോട്ടർ പട്ടിക എന്ന് പറയുന്നത് ഇവർ SIR വേണ്ടി കൊണ്ടുവരുന്നത് അത് യഥാർത്ഥത്തിലുള്ള വോട്ടർ പട്ടികയല്ല. വോട്ടർ പട്ടികയുടെ സംക്ഷിപ്തം മറ്റൊരു പ്രിസ്ക്രൈബ്ഡ് ഫോറത്തിൽ അച്ചടിച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ അത് വോട്ടർ പട്ടികയല്ല. അവിടെ ഒമിഷൻ വരാം, ക്ലറിക്കൽ എറർ വരാം. മാത്രമല്ല യഥാർത്ഥ വോട്ടർമാർ വിട്ടുപോകാം, അല്ലെങ്കിൽ ഈ ടാലി ചെയ്യാൻ ഈ യഥാർത്ഥ വോട്ടർമാർക്ക് പകരം വേറെ വോട്ടർമാരെ എഴുതി ചേർക്കാം. ഇത് ഇലക്ഷൻ കമ്മീഷൻ്റെ വിശ്വാസ്യത കളഞ്ഞിരിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ഒരു വ്യാജ വോട്ടർ രേഖയായിട്ട് പരിഗണിക്കേണ്ടി വരും. യഥാർത്ഥത്തിലുള്ള വോട്ടർ പട്ടിക മലയാളത്തിലുള്ളത് അതുപോലെ ഇവരുടെ കൈവശമുള്ളത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഇതെല്ലാം കാണണമല്ലോ. ഉദ്യോഗസ്ഥന്മാർ ഇതെല്ലാം ഫയലിൽ സൂക്ഷിക്കേണ്ട റെക്കോർഡ് ഫയലുകളിൽ ഇതെല്ലാം വെക്കണമല്ലോ. 2002 ആ വോട്ടർ പട്ടിക ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് എല്ലാവർക്കും കൊടുത്ത് അതുവഴി ഇത് പരിശോധന നടത്തണ്ടേ? അത് നടത്താത്തതിൻ്റെ ദുരിതം ഇന്ന് SIR പേരിൽ ജനങ്ങൾ അനുഭവിക്കുക. ഇതാണ് ഗൗരവമുള്ളൊരു വിഷയം. രണ്ടാമത്തെ വിഷയം, ഇപ്പം ഇത് എന്നെപ്പോലുള്ളവർ പരാതി കൊടുത്തും ഇത് യഥാർത്ഥത്തിലുള്ള ഫാറത്തിൽ പൂരിപ്പിച്ചു കൊടുത്തും ഇതെല്ലാം മാറ്റിയെടുക്കാം. എന്നാൽ പാവപ്പെട്ടവനും സാധാരണക്കാരനും കഷ്ടപ്പാട് അനുഭവിക്കുന്നതിൻ്റെ പിന്നാലെ പോകാൻ സമയമില്ല എന്ന് മാത്രമല്ല, ഈ സമയം SIR വേണ്ടി തിരഞ്ഞെടുത്തത് ബോധപൂർവമാണ് എന്ന് നാട്ടുകാർ പറഞ്ഞാൽ അത് സത്യമാണ്. കാരണം പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം ആ പ്രവർത്തനങ്ങളുമായി പാർട്ടി പ്രവർത്തകർ പോകുന്നു. ജനങ്ങൾ അതിൻ്റെ ഭാഗമായുള്ള വോട്ടർ പട്ടിക വരും, അതിനകത്ത് വോട്ട് കാണും, വോട്ട് ചെയ്യാം. ശരിയാണ്, ആ വോട്ടർ പട്ടികയിൽ വോട്ട് വരും, അത് ചെയ്യുകയും ചെയ്യും. പിന്നെ ഇത് പുതുക്കാൻ ആരെങ്കിലും പോകുമോ? പോകില്ല. കാരണം ഇത് 2 തരത്തിലുള്ള വോട്ടർ പട്ടികയാണ്. ഇപ്പോൾ പഞ്ചായത്തിൽ ഉപയോഗിക്കുന്ന ഒന്നും നിയമസഭയിൽ ഉപയോഗിക്കുന്ന വേറൊന്നാണെന്നുള്ള ജനങ്ങൾക്ക് അത്ര ബോധ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ വിശ്വാസ്യത ആകെ തകർന്നിരിക്കുകയാണ്. ഇത് ബോധപൂർവം ഈ വോട്ടർ പട്ടികയ്ക്ക് പകരം പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ തയ്യാറാക്കിയിട്ടുള്ള നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര്, നമ്പർ, പോളിംഗ് സ്റ്റേഷൻ്റെ പേരും അടിച്ച് സീരിയൽ നമ്പർ, ഇതിനു വേണ്ടി തയ്യാറാക്കിയ സീരിയൽ നമ്പർ വെച്ച് കൊണ്ടുവരുന്ന 2002 വോട്ടർ പട്ടികയാണെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. അത് വെച്ചാണ് ഈ പ്രോസസ്സ് നടക്കുന്നതെങ്കിൽ വളരെ വ്യാപകമായ കൃത്രിമം നടക്കുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. ഇപ്പം എൻ്റെ വീട്ടിൽ 14 വോട്ടർമാർ ഇപ്പോൾ നിലവിലുണ്ട് 2025 വരെ. 2002 വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നത് 10 പേരാണ്. അതിൽ ഞാൻ ഉൾപ്പെടെ വോട്ട് ചെയ്തവരാണ്. അപ്പോൾ ആ 10 പേരിൽ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന വോട്ടർ പട്ടിക അനുസരിച്ച് 4 പേരില്ല. ഈ 4 പേരെങ്ങനെ ഒഴിവാക്കപ്പെട്ടു? എന്നെ സംബന്ധിച്ചിടത്തോളം 2002 ഞാൻ അന്നത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആളാണ്. 2004 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആളാണ്. 2006 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആളാണ്. ഞാൻ മുനിസിപ്പൽ ചെയർമാനായിരിക്കുന്നത് 1995 അന്ന് അതിനുശേഷം ആ ചെയർമാനായിരിക്കുന്ന ഘട്ടത്തിൽ ഞാൻ ഡെമ്മി സ്ഥാനാർത്ഥിയായി കേസ് വേണുഗോപാലിന് വേണ്ടി പേര് നാമനിർദ്ദേശം കൊടുത്തിട്ടുള്ള ആളാണ്. ഒരിക്കലും എൻ്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുകയോ അല്ലെങ്കിൽ വിട്ടുപോവുകയോ ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. 1978 ശേഷം
ഞാൻ പ്രായപൂർത്തിയായ അന്നത്തെ 78-ലെ 21 വയസ്സ് കഴിഞ്ഞതിൻ്റെ പിന്നിൽ എനിക്ക് വോട്ടവകാശം ലഭ്യമായിട്ടുണ്ട്. അത് ആ വോട്ടർ പട്ടിക പരിശോധിച്ചാൽ കാണാം. അപ്പോൾ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്ന വസ്തുതകൾ യാഥാർത്ഥ്യമാണ് എന്നൊന്നുകൂടി തെളിയിക്കപ്പെടുന്ന സംഭവമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ SIR-ന് വേണ്ടി ഉപയോഗിക്കുന്ന വോട്ടർ പട്ടിക 2002 എന്ന് പറയുന്നത് അത് പൂർണ്ണമല്ല. അതിലൊരുപാട് അപാകതയുണ്ട്. ആ അപാകം ഒഴിവാക്കിയേ പറ്റൂ. അതിന് ഈ സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഏർപ്പാടായി ഇപ്പോൾ മാറി. ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർ ഇതിൻ്റെ പിന്നാലെ പോകും. പാവപ്പെട്ടവനും സാധാരണക്കാരനും അവൻ്റെ പൗരാവകാശ ധർമ്മ ആ പൗരാവകാശം ലഭിക്കാൻ വേണ്ടി എവിടെ പോകും? ഇത് പരിഹരിക്കപ്പെടും.